ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മൾട്ടിപ്ലെയർ സീരീസിൻ്റെ പാർട്ട് 8 ആയിട്ടാണ് ഗായ്സ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഡയമണ്ട് മൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മളിതുവരെ ഇപ്പോൾ നമ്മൾ അയണിലായിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് ഡയമണ്ടിലേക്കൊക്കെ മാറണം. അപ്പോൾ നമുക്ക് ഇന്ന് ഡയമണ്ട് മൈൻ ചെയ്യാൻ പോകണം. ഇന്നത്തെ ഗോൾ എന്ന് പറയുകയാണെങ്കിൽ ഡയമണ്ട് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഒരു കാര്യം കൂടി പറയാനുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും കണ്ടു കാണും. കാരണം ഇപ്പോൾ ഞാനും അവനും ഒരുമിച്ചല്ല, അവനെന്തായാലും വേറെ ഒരു സ്ഥലത്തായിട്ട് മാറി ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നിങ്ങൾ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലായി കാണും. അപ്പോൾ അവരെ പറഞ്ഞു വിടണ്ടായിരുന്നു എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ബോറിംഗ് ആണ്. കാരണം ഇപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ടും ഇപ്പോൾ ഞാൻ കുറേ നാൾ ഇതിൻ്റെ അകത്ത് കളിച്ചു. ഇപ്പോൾ ഞാൻ വീഡിയോ വരാൻ താമസിച്ചതിന് നമുക്ക് മനസ്സിലായി കാണും. ഞാൻ ഒറ്റയ്ക്കിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കണമായിരുന്നു. അപ്പോൾ അവനെയും കൂടി ജസ്റ്റ് പോയിട്ടൊന്ന് അവനെ വിളിച്ചാലോ എന്ന് എനിക്കൊരു ഉണ്ട്. പക്ഷേ ഒരു നാണക്കേട് പോലെ അല്ല, നാണക്കേടല്ല, എന്നാലും ഇത് ഗൈസ് എന്താണെന്ന് അറിയത്തില്ല, ഉള്ളിൽ നിന്ന് എന്തോ ഇതുണ്ട്. ഈ പട്ടീനെ കാണുമ്പോഴത്തേക്കും എനിക്ക് അവനാണ് ഗൈസ് ഓർമ്മ വരുന്നത്. ഇത് അവൻ്റെ പട്ടിയാണ്. ഇപ്പോൾ അവൻ്റെ പട്ടിയാണ്. പക്ഷേ ഇപ്പം അവനില്ലാത്തത് കൊണ്ട് ഫുഡൊന്നും തിന്നണില്ല. അപ്പം വന്നാലേ എന്തെങ്കിലുമൊക്കെ ആകത്തുള്ളൂ. ഞാൻ നിങ്ങൾക്ക് അവൻ ഇതുവരെ ഇപ്പം ഞാൻ മതിലൊക്കെ പണിതൊക്കെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കാണും. ഇത് കണ്ടൈസ്. ഇപ്പം അവൻ ഇവിടെ ആയിട്ട് ചെറിയൊരു വീട് പോലത്തെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇപ്പം ഇവിടെയാണ് താമസിക്കണം. നമുക്ക് എന്തായാലും ഒന്ന് അവിടം വരെയൊക്കെ ഒന്ന് പോയിട്ടൊക്കെ വരാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകില്ല. അവന് അവിടെ പൊക്കത്തെങ്ങാണ്ട് നിൽപ്പുണ്ട്. ഫുള്ള് ഡേർട്ടും സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ്. അവൻ്റെ ഒരു കുതിരയൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അവൻ്റെ ഫാം ഇവിടെ അവൻ്റെ ഫാമിലത് ആടൊക്കെ ഇറങ്ങിപ്പോയി കേട്ടാ. അതുകൊണ്ട് ഈ ചെസ്റ്റിലൊക്കെ എന്തെങ്കിലും ചെസ്റ്റിലും കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഗൈസ്. പക്ഷേ നമ്മൾ പറഞ്ഞു വിടണ്ടായിരുന്നു. എന്തായാലും നമുക്ക് പൊക്കത്തേക്ക് കയറിച്ചല്ല. ഒരു ചെറിയ വീടാണ് ഗൈസ് അവൻ്റെത്. അവനെന്തായാലും എടാ നീ ഒന്ന് ഇങ്ങോട്ട് താഴ്ത്തണമെന്ന്. അല്ലടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എടാ നീ തിരിച്ച് നമ്മുടെ ബേസിലേക്ക് വരണം. ഏതൊക്കെ സാമ്രാജ്യം? ഇതാ എടാ സോറി, നീ തിരിച്ച് നമ്മുടെ ബേസിലോട്ട് തന്നെ വരണം. ഇത് ഇവിടെ തന്നെ കിടന്നേക്ക്. പിന്നെ ഞാൻ സോറി പറയേണ്ട കാര്യമില്ല, കാരണം നീ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയതാണ്. ഇപ്പം സമാധാനമായി ഗൈസ്, കാരണം ഞാൻ ഇത്രയും വലിയ സ്ഥലത്ത് ഞാൻ ഒറ്റയ്ക്ക് നിൽക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും കിടക്കാനായിട്ടുള്ള സമയമായതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ്. ഇപ്പോൾ തിരിച്ചവൻ വന്നിട്ടുണ്ട്. ഇനി എന്തായാലും നമ്മൾ അവനുമായിട്ടൊന്നും വഴക്കും കാര്യങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല. ഓക്കെ, എടാ ഞാനൊരു കേവ് കണ്ടുപിടിച്ചായിരുന്നു അവിടെ. ഏറ്റവും താഴ്ത്തട്ടോ, നേരെ ഡയറക്റ്റ് താഴ്ത്തട്ടോ, നേരെ താഴ്ത്തട്ടോ. ഇങ്ങോട്ട് ഏതാ ഇല്ലേ? ഇതേ നമുക്ക് അയണ് കിട്ടി. മറ്റേ ഡയമണ്ട് അല്ലേ, മറ്റേ ഒരു റിവ്യൂൻ്റെ അടുത്താത്ത ഞാൻ പോകുന്നത്. ഇവിടെ നിറച്ചും മോപ്സിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ വെച്ച് സ്റ്റെപ്പ് മൈനിങ് കഴിയും. എന്താ ഗോൾഡ് കിട്ടിയാ? കിട്ടി. ഓ എടാ
റെഡ് സ്റ്റോൺ കിട്ടും. റെഡ് സ്റ്റോൺ പൊളിച്ച് നമ്മുടെ ആദ്യത്തെ റെഡ് സ്റ്റോൺ നമുക്ക് അങ്ങനെ കിട്ടിയിരിക്കുകയാണ്. എന്താ ഡയമണ്ടാ? അപ്പൊ അവനെങ്ങനെ അലറല്ലേ? ഞാനെന്തോ എന്റെ പൊട്ടിക്കാനുള്ള എനിക്ക് ഇവരെ കാണിക്കണം. അയ്യോ എടുക്കല്ലേ? ആ പൊട്ടിച്ചോ? മോർ ഡയമണ്ട്. ഓപ്പിടാ ഓപ്പി. നീ ഇതെല്ലാം കണ്ടുപിടിക്കും, പക്ഷെ എനിക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാൻ ആപ്പടെ കണ്ടുപിടിച്ചത് തന്നെയാണ് റെഡ് സ്റ്റോൺ. അത് വെച്ചാൽ എനിക്കൊന്നും ഉണ്ടാക്കാൻ പോലും അറിയാൻ പാടില്ല. സ്റ്റക്കി പിഷനോ? റെഡ് സ്റ്റോൺ എഞ്ചിനീയർ ഒന്നും അല്ലേ നമ്മള്? നീ ഇതെങ്ങനെയാടാ ഇതൊക്കെ ചെയ്യണത്? നീ പൊളിയാണ് കേട്ടോ. വെറും പൊളിയാണ്. പിന്നെ ഡയമണ്ട് കണ്ടുപിടിച്ചാൽ നീ ഇതെങ്ങനെയാണ് സാധിക്കണത്? നിക്കേ കിട്ടി. 9 ഡയമണ്ട്. 6 കണ്ടുപിടിക്കാൻ പറ്റുന്നു. പിന്നെ മനസ്സാ പറയണം. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് നല്ല രീതിയിൽ ലൂട്ടിങ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. 2 ഗോൾഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഇവിടെ വെക്കാനായിട്ട് വുഡ്. യെസ് ഗൈസ്, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഗോൾഡും പിന്നെ 9 ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഡയമണ്ട് വെച്ച് എന്തുണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ എന്തുണ്ടാക്കും? നമുക്കാണെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണെങ്കിൽ ഒരെണ്ണം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് ഒരു ഡയമണ്ടിൻ്റെ ഒരു ഹെൽമെറ്റ് ഉണ്ടാക്കാം ഗൈസ്. എന്നിട്ട് ഓക്കെ യെസ് ഗൈസ്, നമ്മളങ്ങനെ ഡയമണ്ടിൻ്റെ ഹെൽമെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കാം. യെസ് ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ എവിടെ ഞാനൊരു ഡയമണ്ടിൻ്റെ ഹെൽമെറ്റ് ഉണ്ടാക്കി. നമ്മുടെ എന്നാണ് ഹെൽമെറ്റ്. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ ഡയമണ്ട് ഹെൽമെറ്റ് ഇട്ടിരിക്കുകയാണ്. കണ്ടടാ ഡയമണ്ട് ഹെൽമെറ്റ് കണ്ടാ? നീ ഒരെണ്ണം ഉണ്ടാക്കി, ഞാനൊരു ഡയമണ്ട് വിറ്റ പിക്കാക്സും ഉണ്ടാക്കി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ വീഡിയോ നൈസായിട്ട് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നിന്നാണെങ്കിൽ നമ്മൾ ഡയമണ്ടും ഗോൾഡും സംഭവങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഇപ്പോൾ നമ്മളാണെങ്കിൽ ഡയമണ്ട് ഹെൽമെറ്റ് ഞാനും ഇവനും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഡയമണ്ട് പിക്കാക്സും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ എന്താണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും അല്ല, നെതറിൽ പോകണം ഗൈസ്. ഓക്കെ നെക്സ്റ്റ് വീഡിയോ നെതറിൽ പോകേണ്ടതാണ്. പിന്നെ നമുക്ക് മൈൻ ചെയ്ത് കുറച്ച് സംഭവങ്ങളൊക്കെ കൂടി കണ്ടുപിടിക്കണം അല്ലേ?
അപ്പോൾ എൻ്റെ അവൻ്റെ പിണക്കത്തിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ല കാണണം ഗൈസ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ എടാ നിനക്കെന്താ പറയാനുള്ളത്? എനിക്ക് നല്ല ഇതായിട്ട് എനിക്ക് പറയാൻ വാക്കുകളില്ല. അപ്പോൾ നീ ഒന്നും മിണ്ടണ്ട. അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോ എത്രത്തോളം ഒരു ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.